എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ റിലീസ് ട്രെൻഡുകളിൽ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രമാണല്ലോ മമ്മൂക്കയുടെ എക്കാലത്തെയും അല്ലെങ്കിൽ മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ചരിത്ര സിനിമയായ ഒരു വടക്കം വീരഗാഥ. ഹരിഹരൻ, MT പോലെയുള്ള അതുല്യ കലാകാരന്മാർ ഒന്നിച്ച് മെയ്തെടുത്ത ചിത്രം വീണ്ടും തിയേറ്ററുകളിലെത്തുമ്പോൾ മികച്ച പ്രതികരണം തന്നെയാണ് പ്രേക്ഷകർ സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വടക്കം വീരഗാഥയുടെ 5 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരു വടക്കം വീരഗാഥ റിലീസ് ചെയ്യപ്പെട്ടത് ഇന്ന് 6ാം ദിവസവും കൊച്ചിയിലെ മാളുകളിലൊക്കെ മികച്ച ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 9 ലക്ഷം രൂപയും, 2ാം ദിവസം 14 ലക്ഷം രൂപയും, 3ാം ദിവസം 18 ലക്ഷം രൂപയും, 4ാം ദിവസം 10 ലക്ഷം രൂപയും, 5ാം ദിവസം 12 ലക്ഷത്തിന് മുകളിലും ചിത്രം സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ടോട്ടൽ 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ഒരു വടക്കം വീരഗാഥ സ്വന്തമാക്കിയത് 63 ലക്ഷത്തിന് മുകളിലാണ്. റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിന് കൂടുതൽ സ്ക്രീനുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുതൽ തൃശൂർ രാഗം തിയേറ്ററിലേക്ക് വൈകുന്നേരം 6:15 ഷോ ആഡാക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ റിലീസ് ചെയ്യപ്പെട്ട മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രമായിട്ട് ഒരു വടക്കൻ വീരഗാഥ മാറാൻ ഒരുങ്ങുകയാണ്. ആദ്യ വീക്കെൻഡ് കളക്ഷനിലൂടെ മാത്രം GCC ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 16 ലക്ഷത്തിന് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരുന്നത്. കൂടാതെ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ 15 ലക്ഷത്തിന് മുകളിലും ആയിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ 5 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായി വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 90 ലക്ഷത്തിന് മുകളിൽ ചിത്രത്തിന്റെ കളക്ഷൻ ആയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തായാലും വടക്കം വീരഗാഥയുടെ ഏറ്റവും പുതിയ സിനിമാ അപ്ഡേറ്റുകളുമായി നമ്മൾ ഉടൻ തന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.